ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നല്ല അടിപൊളി ഒരു കറിയാണ്. പരിപ്പും നമ്മുടെ ചക്കക്കണ്ടലും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പരിപ്പ് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമ്മൾ ആദ്യം ഒരു ചക്കക്കണ്ടലെടുത്ത് അതിൻ്റെ ഒരു കഷ്ണേ വേണ്ടൂ. അപ്പോൾ ആ ഒരു കഷ്ണം എടുക്കുക. എന്നിട്ട് അതിൻ്റെ പശ വിളഞ്ഞെറ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ വിളഞ്ഞെറ് നമ്മൾ കളഞ്ഞു കൊടുക്കണം. അതൊരു ചെറിയൊരു കൊള്ളിയുടെ കഷ്ണമോ അങ്ങനെയൊക്കെ വെച്ചിട്ട് കളഞ്ഞാൽ മതി. ആ കാണുന്ന വെള്ള കളറുള്ള ആ പശ പോലുള്ള സാധനമാണ്. അപ്പോൾ ഇതുപോലെ അങ്ങനെ വിളഞ്ഞേറ് കളഞ്ഞു കൊടുക്കണം. നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. കട്ട് ചെയ്യുമ്പോഴേക്കേ ചേർക്കണ്ടു വെളിച്ചെണ്ണ. നമ്മൾ ഈ ചക്കക്കണ്ടലിനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. വെളിച്ചെണ്ണ ചേർക്കുന്നത് അതിൻ്റെ വിളഞ്ഞേറിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തേക്കാം. ഇതുപോലെ വെളിച്ചെണ്ണ കയ്യിൽ തേച്ച ശേഷം നമ്മുടെ ആ ചക്കക്കണ്ടലിൻ്റെ തൊലി ഇതുപോലെയാണ് കളയേണ്ടത്. ആദ്യം നമ്മൾ ആ കഷ്ണങ്ങളുടെയൊക്കെ തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് തൊലിയെല്ലാം കളഞ്ഞു. ഇനിയിപ്പോൾ അതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുക. ഈ കണ്ടൽ നമ്മുടെ വീട്ടിൽ പറമ്പിലുണ്ടായത് തന്നെയാണ്. ഈ കണ്ടൽ വരിക്കച്ചക്കയോടെയാണ്. പഴഞ്ചക്കയുടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, വരിക്കച്ചക്കയോടെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഓരോരോ കഷ്ണങ്ങളാക്കുക. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പും കണ്ടലും ഒരുമിച്ചും വേവിക്കാം, അല്ലാതെ പരിപ്പ് വേറെ തന്നെയും വേവിച്ച് കണ്ടൽ വേറെ തന്നെയും വേവിക്കാം. പക്ഷേ ഞാൻ കുക്കറിൽ ഇത് രണ്ടും ഒപ്പം ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ആദ്യം നമ്മൾ പരിപ്പ് അതിൻ്റെ അകത്ത് ഇട്ട ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ആ കഴുകിയ കണ്ടലും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ആദ്യം. അതിനുശേഷം നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എരിവുള്ള മുളക് പൊടിയാണ്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കണം. വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് 5 വിസിലാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമുക്കിനി 5 വിസിൽ ആണ് വരേണ്ടത്. അടച്ച് വെച്ച് നമുക്കിനി ഗ്യാസ് അടുപ്പിലേക്ക് വയ്ക്കാം. 5 വിസിൽ വന്ന ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കേണ്ടത്. 5 വിസിൽ വന്നു. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്തിട്ടുണ്ട്. കറക്റ്റ് പാകമാണ്. 5 വിസിലാണ് നമുക്ക് വന്നത്. അപ്പോൾ പിന്നെ കറക്റ്റ് പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് അരവൊന്ന് അരച്ചെടുക്കുക. അതിനായിട്ട് കുറച്ച് തേങ്ങ അതിൻ്റെ അകത്ത് മിക്സിയുടെ ജാറിലിടുക. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നല്ലവണ്ണം മുതിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിനെ അരച്ചെടുക്കാം. നമ്മൾ ആ കുക്കറിലുണ്ടായ കറി നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങയും ജീരകമുള്ള അരവ് നമുക്ക് ആ കറീൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ആ ജാറിൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് അതിൻ്റെ അകത്ത് ഒഴിച്ചാൽ മതി. അതിൻ്റെ അകത്ത് പറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായി ഇളക്കിയ ശേഷം ഇത് നല്ലവണ്ണം തിളച്ച് വരണം. നന്നായിട്ട് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. ജീരകമൊക്കെ ഇട്ടുകൊണ്ട് നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റുമാണ് ഈ കറി. നമ്മളിനി ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക.
അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ വറുത്തിടേണ്ടതുണ്ട്. കടുകും വറ്റൽമുളകൊക്കെ ഒന്ന് വറുത്തിടേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്കിനി കറി മാറ്റി വെച്ചിട്ട് ഇനി വറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴാണ് കടുക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് വറ്റൽമുളക് ഇടേണ്ടത്. ഇത് രണ്ടും മാത്രമേ ചേർക്കേണ്ടൂ. അപ്പോൾ ഇത് ഏകദേശം രണ്ടും ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതെടുത്തിട്ട് ആ കറീൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത്ര മാത്രമേ ചേർക്കാനുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇത് അതിൻ്റെ അകത്തും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.